ഹലോ എവരിവൺ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണം അല്ലെ ചെയ്യണമെന്നൊക്കെ നമ്മളിൽ പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് തീരുമാനിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും, നിന്നെ കൊണ്ട് ഇതിനൊന്നും സാധിക്കില്ല, അല്ലെങ്കിൽ നിനക്ക് ഇതിനുള്ള കഴിവില്ല, നീ അത്രത്തോളം സ്മാർട്ട് ഒന്നും അല്ല, നിനക്ക് പ്രായമൊക്കെ ആയി അല്ലെ. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യത്തിൽ ഇത് പുറകോട്ട് പോകും. ഇങ്ങനെയുള്ള ചിന്തകളെയാണ് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയുന്നത്. ഈ ചിന്തകള് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിച്ചെടുക്കാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഈ ലിമിറ്റിംഗ് ബിലീഫ്സിന്റെ കോസസ്, നമുക്ക് എങ്ങനെ ഈ അവസ്ഥയെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാം. ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് വലിക്കുന്ന ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ബിലീഫാണ്, വിശ്വാസമാണ്. എങ്ങനെയാണ് ഈ വിശ്വാസം രൂപപ്പെടുന്നത്? പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു ലിമിറ്റിംഗ് ബിലീഫിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആവാം. ചെറുപ്പത്തില് നമ്മൾ ഇടപെട്ടിട്ടുള്ള പല വ്യക്തികളും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നിന്നെ ഒന്നിനും കൊള്ളില്ല, കഴിവില്ലാത്ത ആളാണ് നീ, അല്ലെ ഇന്ന വ്യക്തിയെ നോക്കി പഠിക്കുക, അല്ലെ നമ്മുടെ പേരൻസ്, ടീച്ചേഴ്സ്, അല്ലെ കൂട്ടുകാര്. അപ്പൊ ഇങ്ങനെ പലരും നമ്മളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുകയാണ്. അത് നമ്മൾ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ ഉള്ളിൽ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കേണ്ട ഒരു സന്ദർഭം വരുമ്പോൾ ആ ഒരു ചിന്തകളാണ് മനസ്സിലേക്ക് വരുന്നത്. ശരിയോ, എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്ക് കഴിവില്ല, അല്ലെങ്കിൽ എനിക്ക് സമയമില്ല, പ്രായമൊക്കെ ഒരുപാടായി, ഒന്നിനും ഒരു ഇതില്ലാത്ത ആളാണ് ഞാൻ എന്നുള്ള ചിന്തകൾ എപ്പോഴും മനസ്സിൽ വന്നുകൊണ്ടിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാനായിട്ട് സാധിക്കില്ല. പലപ്പോഴും നമുക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് മുമ്പിൽ സംസാരിക്കാൻ നല്ല ഒരു ഭയമുണ്ട് എന്ന് നിങ്ങൾ കരുതുക. ഈ പേടി ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു അവസരം നിങ്ങൾക്ക് വരികയാണ്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ആളുകളോട് ഒരു 2 വാക്ക് സംസാരിക്കാൻ ഒരു വേദി കിട്ടിയാൽ നിങ്ങൾ ഒരിക്കലും ആ അവസരം ഉപയോഗിക്കില്ല, അല്ലെ? കാരണം ഉള്ളിൽ കിടക്കുന്ന ഭയം. അല്ലെങ്കിൽ ചിലപ്പോൾ ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു അവസരത്തിൽ നിങ്ങൾ ചെറുപ്പത്തിൽ സ്കൂളിലോ സ്റ്റേജിലോ വല്ലതും പറഞ്ഞപ്പോൾ തെറ്റിപ്പോയപ്പോൾ കൂട്ടുകാരോ അല്ലെ ആരെങ്കിലും ഒക്കെ നിങ്ങളെ പരിഹസിച്ചെങ്കിൽ ആ ഒരു മെമ്മറി നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ആ ഒരു പെയിൻ, ആ വേദന കിടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇനി സംസാരിച്ചാൽ തെറ്റിപ്പോകുമോ എന്നുള്ള ചിന്ത വളർന്നു കഴിഞ്ഞാൽ ഉള്ളിൽ കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു അവസരം നന്നായിട്ടൊന്ന് പെർഫോം ചെയ്യാൻ ഒരു അവസരം കിട്ടിയാലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. അതുകൊണ്ട് തന്നെ ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് അവസരങ്ങൾ കൊണ്ട് തരുന്നതിൽ നിന്ന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യമായിട്ട് മാറാറുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഭയമാണ്. നമ്മുടെ ഉള്ളിൽ ഞാൻ ചെയ്താൽ തെറ്റിപ്പോകുമോ, നമുക്ക് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് ആഗ്രഹം ഉള്ളവരാണല്ലേ. എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്, തെറ്റ് വരാൻ പാടില്ല. കാരണം അതിനൊക്കെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മളുടെ ചെറുപ്പത്തിൽ തന്നെ സ്കൂളിലൊക്കെ ആണെങ്കിലും അല്ലെ നമ്മുടെ വീട്ടിലാണെങ്കിലും ചെറിയ തെറ്റ് വരുത്തിയ എന്തോ വലിയ മോശപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്തു എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പലപ്പോഴും ഫെയിലിയറിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലൈഫിൽ ഞാൻ തെറ്റിപ്പോവോ പരാജയപ്പെട്ടു പോവോ എന്നുള്ള ഒരു ഭയം കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയാതെ പോകുന്നു. ഇനിയും ഈ ലിമിറ്റിംഗ് ബിലീഫിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിൻ എപ്പോഴും കംഫർട്ട് സോണിൽ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ കാര്യം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കണമെങ്കിൽ നമുക്ക് അല്പം ഒരു ബുദ്ധിമുട്ടേണ്ടി വരും, അല്ലെ? ഒരു മാറ്റമാണ്. അതും നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ അതുവരെ നല്ല സുഖമായി ഇരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വന്നാലേ എന്തെങ്കിലും ഒരു പുതിയ കാര്യം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കംഫർട്ട് സോണിൽ ആയിരിക്കാനായിട്ട്, അല്ലെ നമ്മുടെ ബ്രെയിൻ അതിനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. ഒരു മാറ്റം വരാനായിട്ട് പലപ്പോഴും നമ്മൾ അനുവദിക്കാറില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്ത് കടന്ന് ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ ഈ നമ്മളുടെ ചിന്തകൾ ലിമിറ്റിംഗ് ബിലീഫ്സിനെയൊക്കെ മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, വിജയിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. ഇനി എങ്ങനെ നമുക്ക് ഈ ലിമിറ്റിംഗ് ബിലീഫിനെ ഓവർകം ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു കാര്യം ഇതിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമുക്ക് മാത്രമുള്ളതാണോ എന്നുള്ള ഒരു ചിന്ത വളരെയധികം അത്യന്താപേക്ഷിതമാണ്. ലിമിറ്റിംഗ് ബിലീഫ്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല ലിമിറ്റിംഗ് ബിലീഫ്സ്. ഏതൊക്കെ മനുഷ്യരെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാ ഉള്ളിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും, ഒരു ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, ഒരു പഠനത്തിന്റെ മേഖല അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് പോകുമ്പോഴൊക്കെ അവരുടെ ഉള്ളിൽ എല്ലാ വ്യക്തികളുടെയും മനസ്സിൽ ഒരു തോന്നലുണ്ടാവും, ഇത് ചെയ്യണോ, ശരിയാകുമോ, എനിക്ക് ചേരുവോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയുമോ. അപ്പൊ ഇത് ഈ ഒരു ചിന്തകളെ നമ്മൾ മറികടക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉള്ള കാര്യമാണ്. ഇനി നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് സാധിക്കും, എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും? അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? എന്തൊക്കെയാണ് എനിക്കുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഐഡന്റിഫൈ യുവർ ഓൺ ലിമിറ്റിംഗ് ബിലീഫ്സ്. കാരണം ഓരോ വ്യക്തികളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഓരോന്നായിരിക്കും.
ഇപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒരു ലിമിറ്റിംഗ് ബിലീഫ്, എനിക്കിപ്പോൾ എന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരോട് നന്നായി ഇടപെടാൻ കഴിയില്ല എന്നുള്ള ഒരു ലിമിറ്റിംഗ് ബിലീഫാണ് ഉള്ളതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതായിരിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ലിമിറ്റിംഗ് ബിലീഫ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഒരല്പസമയം അതിനുവേണ്ടി നമ്മൾ മാറ്റി വെക്കാനായിട്ട് തയ്യാറാവുക. ആ എന്താണോ എന്നെ എപ്പോഴും അലട്ടുന്നത്, അല്ലെ എന്നെ എല്ലാവരോടും ഇടപെടുന്നതിന്, എന്ത് കാര്യം ചെയ്യുന്നതിനും പുറകോട്ട് വലിക്കുന്ന ചിന്ത ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് എഴുതി വെക്കാൻ തയ്യാറാവുക. ഇനി നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴാണ് കടന്നു വരുന്നതെന്ന് ഒന്ന് അനലൈസ് ചെയ്യുക. എപ്പോഴും കടന്നു വരാറുണ്ടോ? എന്നെ ഇപ്പോൾ കാണാൻ കൊള്ളില്ല എന്ന് പറയുന്ന ഒരു ചിന്തയാണ് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും വന്ന് നിങ്ങളെ അലട്ടുന്നതെങ്കിൽ ആ ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടാവും. അതോ എനിക്ക് മറ്റുള്ള വ്യക്തികളെ ഫേസ് ചെയ്യുമ്പോഴേ അത് വരാറുള്ളൂ, അല്ല മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴേ ഇങ്ങനെയുള്ള ചിന്ത വരാറുള്ളൂ എന്ന് എപ്പോഴാണ് നമുക്ക് ആ ഒരു ഫാക്ടർ ട്രിഗർ ചെയ്യുന്ന ആ ഒരു ചിന്ത കൂടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ്, യൂസ് പോസിറ്റീവ് അഫർമേഷൻസ്. ഈ നമ്മളുടെ ലിമിറ്റിംഗ് ബിലീഫ്സിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതി, അല്ലെ ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് പറയുക. അല്ലെ ഞാൻ സ്മാർട്ട് അല്ല എന്ന് നമ്മളുടെ ഉള്ളിൽ തോന്നുമ്പോൾ തന്നെ പറയുക, ഞാൻ സ്മാർട്ടാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും, എനിക്ക് കഴിവുണ്ട്, എന്നെ കൊണ്ടെല്ലാം നേടാൻ സാധിക്കും എന്ന് ഉള്ള രീതിയിൽ എന്ത് തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യമാണോ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ബിലീഫാണോ ഉള്ളിൽ വരുന്നത് അതിന്റെ നേരെ പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങൾ പറയുക. ഈ പറയുന്നതിലും എഫക്റ്റീവാണ്. ഞാൻ പറഞ്ഞ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ലിമിറ്റിംഗ് ബിലീഫ് നമ്മൾ എഴുതി, അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ലിമിറ്റിംഗ് ബിലീഫിനെ മറികടക്കുന്ന അഫർമേഷൻസ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു സമയം നമുക്ക് എത്ര എണ്ണം എഴുതാം എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്, അല്ലെ? ചില വ്യക്തികൾക്ക് ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സ് കാണും. ഈ എല്ലാ ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളും കൂടെ എഴുതി എല്ലാത്തിനും നമുക്ക് ഒരേ സമയം മറികടക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു 2 or 3 അല്ലെങ്കിൽ മാക്സിമം പോയ 5 അതിൽ കൂടുതൽ ലിമിറ്റിംഗ് ബിലീഫ്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. ഏറ്റവും നല്ലത് നിങ്ങളെ ഏറ്റവും അധികം എല്ലാ കാര്യത്തിലും പുറകോട്ട് വലിക്കുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ 2 ചിന്ത, ഇത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ചിന്ത, ഇപ്പൊ ഞാൻ സ്മാർട്ട് അല്ല, അല്ലെ എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിവില്ല എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങൾ ഏറ്റവും അധികം പുറകോട്ട് ലൈഫിൽ വലിക്കുന്നതെങ്കിൽ ആ ചിന്തകൾക്ക് എതിരായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യം, അതിനെയാണ് പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുന്നത്. ആ കാര്യം നിങ്ങൾ എഴുതുക. നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു സംതൃപ്തി തരുന്ന അത്രത്തോളം തവണ നിങ്ങൾ എഴുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എന്ത് കാര്യം എഴുതുമ്പോഴും നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അത് സഹായിക്കും. അപ്പൊ ഞാൻ സ്മാർട്ടാണ്, എനിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ എഴുതുക. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു കാര്യം അല്ല 2 കാര്യത്തിൽ ഫോക്കസ് ചെയ്തു പതിയെ പതിയെ നമുക്ക് ഈ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ഒരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും ചെയ്യരുത്. പകരം ഒരു മാസമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെറിയ ഒരു ചേഞ്ച് എങ്കിലും നമ്മളുടെ എന്താണോ ലിമിറ്റിംഗ് ബിലീഫ് അതിൽ നമുക്ക് ചേഞ്ച് കാണാനായിട്ട് സാധിക്കുള്ളൂ. അതിനുശേഷം അതിൽ നമ്മൾ വിജയിച്ചു എന്ന്, അല്ലെ അതിനെ ഓവർകം ചെയ്തു എന്ന് സ്വയം ഒരു തിരിച്ചറിവുണ്ടായതിനു ശേഷം മാത്രം അടുത്ത ലിമിറ്റിംഗ് ബിലീഫിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇനിയും 4മത്തേതും അവസാനത്തേതുമായ സ്റ്റെപ്പ്, നെവർ ഗീവ് അപ്പ്. പലപ്പോഴും നമ്മളൊക്കെ ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ഓർക്കും, എന്നാ ഇന്നു മുതൽ തുടങ്ങിയേക്കെ എന്നോർത്ത് 1 ദിവസം എഴുതി അല്ലെങ്കിൽ 2 ദിവസം എഴുതി, അല്ല 2 പ്രാവശ്യം പോസിറ്റീവ് അഫർമേഷൻ പറഞ്ഞു, ഇല്ല ഞാൻ മാറില്ല അല്ലെങ്കിൽ എനിക്ക് മാറ്റം സംഭവിക്കില്ല എന്നാണ് നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത വരുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കില്ല, അല്ലെ നമുക്കുള്ള ഈ ചെറിയ ചെറിയ പോരായ്മകളെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു സമയം അനുവദിക്കാൻ, ഒരു ക്ഷമ കാണിക്കാൻ തയ്യാറാവുക. എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ജീവിതത്തെ കുറിച്ചുള്ള അല്ലെ നമ്മളെ കുറിച്ചുള്ള വീക്ഷണങ്ങൾ നമ്മൾ മാറ്റാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.